ഹല്ലേലൂയ. വിശ്വംഭരൻ ജോസ് അച്ഛൻ എല്ലാ പ്രാവശ്യവും പറയാറുണ്ട് ഈ ധ്യാനം കൂടണം. പക്ഷെ എനിക്ക് തോന്നി ഇനി വയസ്സാം കാലത്ത് എന്തിന് ഈ ധ്യാനമൊക്കെ കൂടേണ്ട ആവശ്യം. ഞങ്ങൾക്കൊരു അനാഥ മന്ദിരമുണ്ട് കഞ്ചിക്കോട്. അവിടെ ഞങ്ങൾ ശുശ്രൂഷകരാണ്. അപ്പോൾ അവിടെ ചിലരോട് ഞാനാണ് ഏറ്റവും സീനിയർ. അവിടെയുള്ളവരോട് പറഞ്ഞ് ഇനി വയസ്സാം കാലത്ത് എന്തിന് ഇതൊക്കെ കൂടണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഇതിൽ തീരെ താല്പര്യപ്പെട്ടില്ല. പിന്നെ അച്ഛൻ വീണ്ടും പറഞ്ഞതുകൊണ്ട് കൂടിക്കളയാമെന്ന് വിചാരിച്ചു. അച്ഛാ വളരെയധികം നന്ദിയുണ്ട്. പക്ഷേ ഇവിടെ വന്നു ഇത് കൂടിക്കഴിഞ്ഞപ്പോൾ ഇത് കൂടിയില്ലായിരുന്നുവെങ്കിൽ വലിയൊരു നഷ്ടമാകുമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. പല ധ്യാനങ്ങളും കൂടിയിട്ടുണ്ട്, പല ധ്യാന ഗുരുക്കന്മാരെയും അറിയാം. പക്ഷേ ഇതിൽ നിന്ന് ഇത് വേറിട്ടൊരു ധ്യാനം, ഇങ്ങനൊരു ധ്യാനം ഞാൻ കൂടിയിട്ടില്ല. മാത്രമല്ല ഞാൻ കൂടുതലും ശ്രദ്ധിച്ചത് ക്ലാസ് എടുക്കുന്ന നമ്മുടെ ബ്രദറിനെയാണ്. ഇങ്ങനെ ഒരു ദിവസം മുഴുവനും യാതൊരു മുഖത്തിനോ യാതൊരു വ്യത്യാസവും കൂടാതെ ഇങ്ങനെ ക്ലാസ് എടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ 2 കൊല്ലത്തോളം അധ്യാപകനായിട്ട് ജോലി രാജിവെച്ചവനാണ്. അത് നല്ല ജോലിയല്ല, പഠിപ്പിക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ സാറ് ഇങ്ങനെ ക്ലാസ് എടുക്കുന്നത് കാണുമ്പോൾ ഞാൻ സാറിനെ തന്നെ ശ്രദ്ധിച്ചു, സാറിനോട് ചോദിക്കുകയും ചെയ്തു. ഞങ്ങൾ പേഴ്സണലായിട്ട് സംസാരിച്ചു. സാറ് എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്യുന്നൊരു കൂട്ടത്തിലാണ്. ഞാൻ ചോദിച്ചു സാറിന് ഇങ്ങനെയൊക്കെ ക്ലാസ് എടുക്കാൻ പറ്റുക? ദൈവം കൂടെയുള്ളത് കൊണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു പരിശുദ്ധാത്മാവ്, സാറെപ്പോഴും പറയുന്ന പരിശുദ്ധാത്മാവ് വന്നാൽ നിങ്ങൾക്കെല്ലാം സാധിക്കും. പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ക്ലാസ് എടുത്ത സഹോദരനോട് ഇനിയും കൂടുതൽ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു ക്ലാസ്സും കൂടി ബ്രദറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്നുണ്ട്. ദൈവം അതിന് സഹായിക്കട്ടെ. എല്ലാവരോടും പറയുക പരിശുദ്ധാത്മാവ് നിങ്ങളെ എല്ലാവരെയും നയിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.